ഇനി ആരെങ്കിലും എൻ്റെ നേരെ കൈ ഉണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദി നാസറായിട്ട് വരും. കാരണം പുള്ളി പറഞ്ഞത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അത് എൻ്റെ പിന്തുണയല്ലേ ജയിക്കത്തില്ല. ആ വികസനത്തിനാണ് വോട്ട് കിട്ടിയത്. അത് മനസ്സിലാക്കാതെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ടത്ര വോട്ട് വാങ്ങിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്ത് അന്വേഷിച്ച് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരായി മത്സരിച്ചപ്പോൾ 21,000 തോറ്റു. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആലപ്പുഴയിലെ ജനങ്ങളിൽ നിന്നും 100% ഒറ്റപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് ജനങ്ങൾ വളരെ കുറവാണ്. അതൊന്നും മനസ്സിലാക്കാനോ വിലയിരുത്താനോ നഷ്ടപ്പെട്ട ജനപിന്തുണ കൊണ്ടുവരാനോ ഉള്ള ബൗദ്ധികമായ കഴിവോ കായികമായ ക്ഷമതയോ ഈ ജില്ലാ സെക്രട്ടറിയോ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കോ ഇല്ല. ഞാൻ പ്രസംഗിച്ച കേട്ടല്ലോ, പാർലമെൻറ്റിൽ തോറ്റു. ജനമാണല്ലോ തോപ്പിച്ചത്. അസംബ്ലിയിൽ 1 സീറ്റായി UDF-നുണ്ടായിരുന്നു, 6 സീറ്റായി. 8 സീറ്റുണ്ടായിരുന്ന LDF-നെ 3 ആയില്ലേ? അപ്പോൾ ജനം എവിടെ നിൽക്കുന്നു? പിന്നെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി പോയില്ലേ? KMയും സൗമ്യരാജും 2.5 വർഷം വീതം CPM-ൽ ഒരിക്കലും കേൾക്കാതെ പങ്കിട്ടെടുത്തില്ലേ? ഐക്യം പോലും ഇല്ല. 2 പേരും പങ്കിട്ടെടുക്കുക. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പങ്കിട്ടെടുക്കുന്നെങ്കിൽ? മുനിസിപ്പാലിറ്റി പോയില്ലേ? പോയോ? ബ്ലോക്ക് പഞ്ചായത്ത് 11 ഉണ്ടായിരുന്നു പണ്ട്, 12-ൽ ഇപ്പോൾ വെറും 5. അത് പോയില്ലേ? പഞ്ചായത്ത് കൈനേരി ഒരിക്കലും CPM തോക്കാതെ കൈനേരി പഞ്ചായത്ത് അടക്കം ഭൂരിപക്ഷം പഞ്ചായത്ത് പോയില്ലേ? ഞാൻ വികസനം നടത്തി എൻ്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ തവണ MLA ആയിരുന്ന ആളിൽ 11,000 വോട്ട് ജയിച്ചു. അത് എൻ്റെ പിന്തുണയല്ലേ ജയിക്കത്തില്ല. ആ വികസനത്തിനാണ് വോട്ട് കിട്ടിയത്. അത് മനസ്സിലാക്കാതെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ടത്ര വോട്ട് വാങ്ങിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്ത് അന്വേഷിച്ച് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരായി മത്സരിച്ചപ്പോൾ 21,000 തോറ്റു. 11,000-ന് ഞാൻ സഹായിച്ച് ജയിച്ചയാൾ എന്നോട് മത്സരിച്ചപ്പോൾ 21,000 തോറ്റപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാൽ ഞാൻ സഹായിച്ചുകൊണ്ട് മാത്രം ജയിച്ചെന്നല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ വസ്തുതയായിരിക്കെ ഈ ജില്ലാ സെക്രട്ടറി എന്ത് കണ്ണുകൊണ്ടായി സംസാരിക്കും? ഏത് ജനമാണ് എന്നെ കൈകാര്യം ചെയ്യുന്നല്ലേ? ചെയ്തു. ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ കായികമായിട്ടല്ല. അങ്ങനെ കൈകാര്യം ചെയ്താൽ പക്ഷേ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ലേ? ഇനി ആരെങ്കിലും എൻ്റെ നേരെ കൈ ഉണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദി നാസറായിട്ട് വരും. കാരണം പുള്ളി പറഞ്ഞത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ അതിനകത്തുള്ള പ്രൊവോക്കേറ്റർ അതിനെ നിർദ്ദേശിച്ച ആൾ പ്രതിയാവും. ഇത് വല്ലതും അറിയോ? നിയമം വല്ലതും അറിയോ? അപ്പോൾ എല്ലാ അബദ്ധങ്ങളാണ് കാണിക്കുന്നത്. ഈ പോക്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒറ്റ സീറ്റ് കിട്ടില്ല. എഴുതി വെച്ചോ. ഞാൻ ഒരിടത്തും പ്രസംഗിക്കാൻ പോയില്ല ഈ ഇലക്ഷനിൽ. അമ്പലപ്പുഴ എൻ്റെ മണ്ഡലത്തിലാണ് ആകെ ഞാൻ പോയത്. ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉൾക്കാണ് ഞാൻ തോമസിന് വേണ്ടി ഞാൻ പോയി. ഞാൻ ഇവിടെ ഒരു സ്ഥലത്തും ഞാൻ പ്രസംഗിക്കാൻ പോയെങ്കിൽ 3 സീറ്റ് കിട്ടത്തില്ല. ഞാൻ പോയില്ലല്ലോ. ഞാൻ ഇവിടെയും പോയില്ലല്ലോ ഇതിനായിട്ട് പ്രസംഗിക്കാൻ. ഞാനങ്ങനെ വളരെ ഒതുങ്ങി ഞാൻ എൻ്റേതായി ഇരുന്നപ്പോഴാണ് നമ്മളെ പ്രൊവോക്ക് ചെയ്യുക. പ്രൊവോക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പ്രൊവോക്ഡ് ആവത്തില്ല. അതുകൊണ്ട് അടുത്ത തവണ ഒറ്റ അസംബ്ലി സീറ്റ് കിട്ടില്ല. ആളുകൾ ഇവിടെ കിട്ടത്തില്ല. കണ്ടോളൂ. ഈ സൗമ്യരാജ് എന്ന് പറയുന്ന ആ സ്ത്രീ പോസ്റ്റ് ഇട്ട് എനിക്കെതിരായിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നില്ലേ? ആ സ്ഥാനം എങ്ങനെ പോയി? അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ മാധ്യമങ്ങളോട് കൈപ്പെടും. നിങ്ങളെന്തായാലും വിശകലനം ചെയ്യാതെ സുധാകരൻ പറഞ്ഞാൽ കൊടുക്കലാണോ? അപ്പം നിങ്ങൾ അവരുടെ അതല്ലല്ലോ. CPM ഇവിടെ തകർന്ന് അടിഞ്ഞിരിക്കുന്നു. അതിന് എഴുന്നേറ്റ് നിൽക്കാനാവാത്ത വിധം കെൽപ്പ് പോയിരിക്കുന്നു. അതിൻ്റെ അടിത്തറയൊക്കെ പോയിരിക്കുന്നു. ഇതേപ്പറ്റി നിങ്ങൾ എന്തുകൊണ്ടാണ് സുധാകരൻ എന്തുകൊണ്ട് പാർട്ടി ഇവർ കാരണമാണ് ഇതുപോലുള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസ് പാർട്ടിയിൽ നേതൃത്വത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്.